ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് സേമിയ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വെറും 500 ml പാൽ കൊണ്ടാണ് ഇന്ന് നമ്മൾ സേമിയ പായസം തയ്യാറാക്കുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ നെയ്യ് ഒന്ന് മെൽറ്റായി വന്നിട്ട് നമുക്കിതിലേക്ക് റൈസിൻസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കാഷ്യൂസ് ഉണ്ടെങ്കിൽ ആദ്യം കാഷ്യൂസ് ആഡ് ചെയ്തിട്ട് പിന്നെ റൈസിൻസ് ആഡ് ചെയ്താൽ മതി. പിന്നെ എൻ്റെ അടുത്ത് കാഷ്യൂസ് ഇപ്പം ഇല്ലായിരുന്നു, പിന്നെ ലാസ്റ്റ് ആകുമ്പോഴേക്ക് എനിക്ക് കാഷ്യൂസ് കിട്ടി. ഇനി വറുത്ത് വന്നിട്ടുള്ള റൈസിൻസ് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സേമിയ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക കേട്ടോ. അത് വറുക്കാത്ത സേമിയാണ്, അതുകൊണ്ട് ഇതിൻ്റെ കളറ് നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 പാക്കറ്റ് പാൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ ഈ 1 പാക്കറ്റ് പാൽ കൊണ്ടാണ് ഈ പായസം ഉണ്ടാക്കുന്നത്. വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. വെള്ളം ആഡ് ചെയ്താൽ അതിൻ്റെ ഒരു ടേസ്റ്റ് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കുറച്ച് ഏലക്ക പൊടിച്ചതും ചേർത്തിട്ടുണ്ട്. അപ്പം നമ്മൾ പാലൊക്കെ നന്നായിട്ട് തിളച്ച് സേമിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു 4-5 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തോളൂ. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് പഞ്ചസാര കുറച്ചൊന്ന് കുറച്ചാൽ മതി. അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പം നമുക്ക് സ്റ്റൗ ഓഫ് ആക്കിയിട്ട് നമ്മൾ നേരത്തെ കാഷ്യൂസ് ഇട്ടിട്ടില്ലായിരുന്നല്ലോ, അപ്പോൾ കാഷ്യൂസ് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ചുകൂടി നെയ്യ് ഒഴിച്ചിട്ട് കാഷ്യൂസ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള റൈസിൻസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള പായസമാണ്. ഒരു 500 ml പാലുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ പായസം തയ്യാറാക്കിയിട്ടുള്ളത്. കുറച്ച് എമൗണ്ട് ഒക്കെ വേണ്ടവർക്ക് ഇങ്ങനെ തയ്യാറാക്കിയാൽ മതി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ.